11ാം ആഴ്ചയിലെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. ജയിലിൽ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് രണ്ടുപേര്. ഒരുപക്ഷെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ജയിലിൽ പോയത് ഞങ്ങളാണ് എന്നുള്ളൊരു അവാർഡെല്ലാം കിട്ടുകയാണെങ്കിൽ അത് വാങ്ങാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് കേട്ടോ രണ്ടുപേരും വന്നിരിക്കുന്നത്, അനീഷും അനുമോളും. ഈ ആഴ്ചയും അത്തരത്തിൽ തന്നെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. 11ാം ആഴ്ചയിലെ ജയിൽ നോമിനേഷനിലെ ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് അനീഷിൻ്റെയും അനുമോളുടെയാണ്. അനുമോൾക്ക് 9 വോട്ടുകളും അനീഷിന് 4 വോട്ടുകളുമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്ന അനീഷിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത് അക്ബറിനെ കടിച്ചു, ടാസ്കിൻ്റെ ഇടയിൽ അക്ബറിനെ അനീഷ് കടിച്ചു. ഈ ഒരു കാര്യമാണ് ഹൈലൈറ്റ് ചെയ്തത്. മാത്രമല്ല ഇന്ന് രാവിലെ നടന്നൊരു സംഭവം, ഇന്ന് ജയിൽ നോമിനേഷൻ നടക്കുന്നുണ്ട്, ക്യാപ്റ്റൻസി നോമിനേഷൻ നടക്കുന്നുണ്ട്. അനീഷിനറിയാം, കഴിഞ്ഞ ആഴ്ച എടുത്ത് നോക്കുകയാണെങ്കിലും ജയിൽ നോമിനേഷൻ്റെ അന്ന് രാവിലെ അനീഷ് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയും അത്തരത്തിൽ തന്നെയാണ്. ഇന്ന് ബാത്റൂമിൽ ഫ്ലഷ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അത് ഹൈലൈറ്റ് ചെയ്ത് അനീഷ് എത്തിയിട്ടുണ്ടായിരുന്നു. വലിയൊരു വഴക്കായി മാറിയിരുന്നു. രാവിലത്തെ ആദ്യത്തെ വലിയ വഴക്ക് അത് തന്നെയായിരുന്നു. അപ്പോൾ ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്ത് അനീഷ് അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെയാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 9 വോട്ടുകളുമായിട്ട് അനുമോൾ തൊട്ട് പിന്നാലെയുണ്ട്. അനുമോൾ അക്ബറോട് കാണിച്ച പ്രശ്നങ്ങൾ, മോശമായിട്ട് സംസാരിച്ചു, ടാസ്കിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കാണിച്ചു, പിന്നെ ഒറ്റപ്പെടല്, പിന്നെ ഫുഡ് വേസ്റ്റ് ആക്കുന്നു എന്നുള്ളൊരു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനുമോളെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനുമോളും അനീഷും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അനീഷ് ഇത് 5ാമത്തെ തവണയാണ് ഇതുകൂടി കൂട്ടിയിട്ട് ജയിലിലേക്ക് പോകുന്നത്. അനുമോൾ അത്യാവശ്യം പോയിട്ടുണ്ട്, 3-4 തവണയൊക്കെ അനുമോളും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അനീഷും അനുമോളും തമ്മിൽ ഒരു തവണ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ചയിൽ രണ്ടാളും തമ്മിലാണ് വന്നിരിക്കുന്നത്. ഒരു ടോപ്പ് 2-ൽ രണ്ടുപേരും ഇവരായിരിക്കുമോ? ടോപ്പ് 2-ലെ 2 കണ്ടസ്റ്റൻസിനെ ആണോ ഇവർ ഇത്രയും അധികം ജയിലിലേക്കൊക്കെ വിടുന്നത്? ഇങ്ങനെ ഇത്രയും അധികം ഒരു ജയിലിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പുറത്ത് അത്ര സപ്പോർട്ട് കൂടല്ല. ഇവർക്ക് അറിയാം പുറത്ത് സപ്പോർട്ട് കൂടുമെന്ന്. എന്നാലും പോയി കിടക്കട്ടെ, പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. പ്രേക്ഷകരെ പറ്റിക്കുകയാണ്. അനീഷൊക്കെ എന്താ കാണിക്കുന്നത്? രണ്ടുപേരും ഒരു വയറ്റിൽ നിന്ന് വന്ന 2 മക്കളെ പോലെയാണെന്ന്. അനീഷും അനുമോളും രണ്ടുപേരും ഒരേ സ്വഭാവമാണ്. രണ്ടും ജയിലിൽ പോയി കിടക്കട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്. രണ്ടുപേരും അവരവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ജയിലിൽ ഉണ്ടാക്കും. ഇത് കണ്ട് ഇവർ പുറത്തിറങ്ങി ഇങ്ങനെ വെള്ളമൊഴിച്ച് നോക്കി നിൽക്കും. അയ്യോ വെറുതെ വിട്ടിട്ട് ഇനി ഇവരെ വിടണ്ടെന്ന്. അവിടെ അടുത്ത ആഴ്ച വീണ്ടും ഇവരെ തന്നെ വിടും. മറ്റുള്ളവരാണ് ശരിക്കും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവർ ഒറ്റപ്പെടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്ന 2 പേരാണ്. അപ്പോൾ അവരെ തന്നെ ജയിലിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അനീഷിൻ്റെയും അനുമോളുടെയും കളിയിൽ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ പെട്ടുപോയി. അവർക്ക് പറ്റുന്നില്ല പിടിച്ച് നിൽക്കാനായിട്ട്. എന്തായാലും ഗംഭീരമായിട്ട് തന്നെയാണ് ലൈവ് പോകുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.